എന്താ മോളെ, എന്താ സംഭവിച്ചേ? എന്തിനാ നീ വീട് വിട്ട് ഇറങ്ങി പോകുന്നത്? അച്ഛൻ എന്നെ കാണണ്ടെന്ന് പറഞ്ഞു. മുത്തശ്ശി അവിടെ നിന്ന് ആട്ടി ഇറക്കി വിട്ടു. എന്നിട്ട് എന്താ നീ എന്നെ വിളിക്കാത്ത? എന്താ എന്റെ അടുത്തേക്ക് വരാത്തെ? നീ എന്റെ മകളാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്റെ അടുത്തേക്ക് വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട്? ഞാൻ എല്ലാവർക്കും ഒരു ശല്യ. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യവും നല്ല രീതിയിൽ ഇന്ന് വരെ ആരും കണ്ടിട്ടില്ല. അതൊക്കെ ഓർത്തും മടുത്തതുകൊണ്ട്. ദേവനാരായണൻ തിരുമേനി നിന്നെ സ്നേഹിച്ചിട്ടുള്ളത് പോലെ ഈ ഭൂമിയിൽ ഒരച്ഛനും ഒരു മകളെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരാള് നിന്നെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞ അതിന്റെ കാരണം എന്താ? ഇതെന്തായി കാണുന്നത്? നമ്മളെല്ലാവരും കൂടി പറഞ്ഞപ്പോ പ്രിയങ്ക എല്ലാം മതിയാക്കി വെച്ചതാ. പക്ഷെ ഇവള് നിർബന്ധിച്ചു കാണും. അല്ല മുത്തശ്ശി, ഞാൻ നിർബന്ധിച്ചിട്ടൊന്നുമില്ല. അവള് കരഞ്ഞെന്റെ കാല് പിടിച്ച് പറഞ്ഞപ്പോഴും. എന്നാ പിന്നെ അതറിയണമല്ലോ. ഞാൻ പ്രിയങ്ക മോളെ വിളിക്കാം. അച്ഛനോടും അമ്മയോടും പറയണമെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന്. നീ വലിയ ആളായി കഴിയുമ്പോ അവര് നിന്റെ പിന്നാലെ വന്നോളൂ എന്നൊക്കെ ചേച്ചി പറഞ്ഞു. ദൈവം വാക്ക് മാറ്റിയാൽ പോലും നിന്റെ വാക്കുകൾക്ക് മാറ്റം വരില്ല എന്ന് വിശ്വസിച്ചിരുന്നവനാ ഞാൻ. ജീവശ്വാസം പോലെ നിന്നെ സ്നേഹിച്ചിരുന്ന എന്നെയാ നീ ചതിച്ചത്. ആ നിന്നോട് ഒരിക്കലും ഞാൻ പൊറുക്കില്ല. കടന്നു പോയെന്റെ മുന്നിൽ. പറഞ്ഞത് കേട്ടില്ലടി. ഇനി എന്തിനാ നീ നോക്കി നിൽക്കുമേ? ഇറങ്ങ, പടിക്ക് പുറത്തിറങ്ങാൻ.